അതിൽ നിന്നൊരു എത്രയും ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ഒരു കോമഡി കഥാപാത്രങ്ങളെ അതെ, അതായത് കോമഡി എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയുന്നുണ്ട് ഈ കോമഡി ആർട്ടിസ്റ്റ് കോമഡി ചെയ്യാൻ വലിയ പാടാണെന്ന്. ശരിയാണ്, കോമഡി ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമഡി ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ ടൈമിംഗ് ആണ്. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ടൈമിങ്, അവരുടെ റിയാക്ഷൻസ്, ഇതൊക്കെ വെച്ച് നമുക്ക് കോമഡി വർക്കൗട്ട് ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ വില്ലന്മാരെ പറ്റി പറയുമ്പോൾ ഈ വില്ലൻ കഥാപാത്രം ചെയ്യുക അല്ലെങ്കിൽ ചെയ്ത് ഒപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്നിട്ട് എഴുതുമ്പോൾ ഹീറോ അതിനായിട്ടാണ് എല്ലാവരും എഴുത്താടി. മലയാളത്തിൽ അത്രയ്ക്ക് ഇല്ലെങ്കിൽ തമിഴിലൊക്കെ വില്ലന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ നമ്പ്യാർ സാർ സത്യരാജിൻ്റെ ഇപ്പോഴത്തെ ചില തമിഴ് പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഹീറോയിസം എന്ന് മാത്രം പറയാൻ ഒക്കത്തില്ല. ഒരു വില്ലനിക് ഹീറോ ആയിട്ടാണ് സത്യരാജ്, അല്ലേ? ശരത് കുമാർ, അവരുടെയൊക്കെ അതാണ് വില്ലൻ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്യുക. അതിപ്പം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം, അത് നമുക്ക് വില്ലനാരിടാം, അപ്പം ഹീറോ ആരിടാം, ഓക്കെ നമുക്ക് രവീന്ദ്രൻ ഇടാം, ഓക്കെ വില്ലനായിട്ട് ആരിടാം, വില്ലൻ നമുക്ക് ഭീമൻ്റെ കൂനോ അല്ലെങ്കിൽ ആരെങ്കിലും അതുപോലുള്ള വർക്കൗട്ട് ചെയ്ത്. അപ്പോൾ ചില ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും, ചില ആൾക്കാർ എൻ്റെ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഡയലോഗ്സ് അങ്ങനെ ഇഷ്ടപ്പെടാം, നമുക്ക് ഭീമൻ്റെ കൂന ഇടാം. ഇത്രയും കഴിഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ സാധനം അവിടെ നിന്നു. പിന്നെ ഹീറോയിൻ, അവർക്കത്ര പാട്ട്, അവർക്കത്ര ഡാൻസ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ വില്ലൻ ഇങ്ങനെ ഇത് ചെയ്ത് പോകുന്നു. ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഹീറോ എൻ്റർ ആകുന്നു, വില്ലൻ പെണ്ണിനെ പിടിച്ചു കഴിഞ്ഞാൽ ഹീറോ എൻ്റർ ചെയ്യുന്നു, അടി പടാ ടടാ ഡിച്ചും വില്ലൻ എടുത്തെറിയുന്നു. അത് തീരെയാണ് വില്ലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു ഇതാണ്. അത് വില്ലനല്ല, അപ്പോൾ അവിടെ തീർന്നിട്ട് നമ്മൾ അടുത്ത് ഹീറോയുടെ വീടാണല്ലോ നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഹീറോയിനെ കാണുന്നതാണ്. ആ ഒരു രീതിയായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിനകത്ത് തോന്നുന്നു.